മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ സ്വഹാബത്തിനോട് മരണത്തിന് ശേഷമുള്ള ജീവിതത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാണ്. മരണത്തിന് ശേഷമുള്ള ജീവിതം, ഖബറിനെ കുറിച്ച്, ഖബറിന്റെ ഏകാന്തതയെ കുറിച്ച്, അവിടെ നിന്ന് നാളെ എഴുന്നേറ്റ് വരുന്ന പരലോകത്തെ കുറിച്ച്, അതുപോലെ സിറാത്തിനെ കുറിച്ചും മീസാനിനെ കുറിച്ചും നരകത്തെ കുറിച്ചും നരകത്തിന്റെ തട്ടുകളെ കുറിച്ചും നരകത്തിന്റെ അദാബുകളെ കുറിച്ചും നരകത്തിന്റെ തീയെ കുറിച്ചും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ മുന്നിൽ സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുമ്പോൾ പ്രവാചകന് പറയുന്നത് കേട്ടിട്ട് പേടിച്ചു വിറച്ചുകൊണ്ട് സഹാബാക്കളിരുന്ന് കരയുകയാണ്. കരഞ്ഞ് താടിരോമങ്ങളിലൂടെ കണ്ണുനീരിങ്ങനെ ഒഴുകുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, പ്രവാചകന്റെ മുന്നിലിരുന്ന് ഭയാനകമായ അവസ്ഥകളെ കുറിച്ച് പറഞ്ഞു കൊടുക്കുമ്പോൾ പറയുന്നത് കേട്ടിട്ടിരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്ന സ്വഹാബത്തിനോട് അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് ചോദിച്ചു, സ്വഹാബ, ഞാൻ നിങ്ങൾക്ക് ഒരു 5 കാര്യം പറഞ്ഞു തരാം. നിങ്ങൾക്ക് ഞാൻ ഒരു 5 കാര്യങ്ങൾ പറഞ്ഞു തരാം. ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ഒന്ന് സൂക്ഷിക്കാൻ കഴിയുമോ? നിങ്ങളുടെ ജീവിതത്തിൽ ഇത് സൂക്ഷിക്കുകയും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ തയ്യാറുള്ള ആരെങ്കിലും ഈ സദസ്സിൽ ഇരിപ്പുണ്ടോ എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുമ്പോൾ നരകത്തിന്റെ ഭയാനകമായ മരണത്തിന് ശേഷമുള്ള അവസ്ഥകളെ കുറിച്ച് കേട്ട് പേടിച്ചു വിറച്ചിരിക്കുന്ന സ്വഹാബാക്കൾ അതാ കണ്ണുനീരൊലിപ്പിച്ചുകൊണ്ട് എല്ലാവരും തലതാഴ്ത്തി ഇങ്ങനെ ഇരിക്കുമ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രണ്ടാമതും അവിടെന്ന് ചോദിക്കുന്നു, സ്വഹാബ, 5 കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ആ പറയുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ മുറുകെ പിടിക്കുകയും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ തയ്യാറുള്ള ആരെങ്കിലും ഈ സദസ്സിൽ ഇരിപ്പുണ്ടോ എന്ന് ചോദിക്കുമ്പോ എല്ലാവരും അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും മിണ്ടാതെ ഇരിക്കുമ്പോ ആ സ്വഹാബത്തിന്റെ ഇടയിലിരുന്നു കൊണ്ട് മഹാനായ സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു എഴുന്നേറ്റ് നിന്നിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ഞാൻ തയ്യാറാണ് നബിയേ. അങ്ങ് പറയുന്ന കാര്യങ്ങള് എന്റെ ജീവിതത്തിൽ മുറുകെ പിടിക്കുകയും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ ഞാൻ തയ്യാറാണെന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ അടുത്തേക്ക് വിളിക്കുകയാണ്. എന്നിട്ട് പറയുന്നു, അബൂ ഹുറൈറ, ഈ പറയുന്ന കാര്യങ്ങൾ നിനക്ക് നിന്റെ ജീവിതത്തിൽ സൂക്ഷിക്കാൻ കഴിഞ്ഞാൽ നിന്റെ ദുനിയാവും ആഖിറവും രക്ഷപ്പെടുകയാണ്. നിന്റെ ദുനിയാവും ആഖിറവും രക്ഷപ്പെടുകയാണ്. നീ സ്വർഗ്ഗത്തിന്റെ അവകാശിയാണ് എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ ഈ വഅദിന്റെ സദസ്സിലേക്ക് കടന്നു വന്നവര് എനിക്കും അതാണ് നിങ്ങളോട് പറയാറുള്ളത്. ആർക്കെങ്കിലും അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗ്ഗം വേണോ? ഈ ദുനിയാവും ആഖിറവും നിനക്ക് വിജയിക്കണോ? അവസാനം വിജയികളുടെ കൂട്ടത്തിൽ നിനക്ക് പെടണോ? അല്ലാഹുവിന്റെ ജന്നാത്തുൽ ഫിർദൗസ് എന്ന് പറയുന്ന പാലരുവികളും തേനരുവികളും ഒഴുകുന്ന പടച്ചുറപ്പിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗ്ഗമുണ്ടല്ലോ. ആ സ്വർഗ്ഗത്തിന്റെ അനുഗ്രഹങ്ങൾക്ക് നടുവിൽ കിടന്ന് നിനക്ക് സുഖിക്കാൻ ആഗ്രഹമുണ്ടോ? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാ, ആ സ്വർഗ്ഗത്തിലേക്ക് കടന്നു പോകാൻ, ആ സ്വർഗ്ഗത്തിലേക്ക് കടന്നു പോകാൻ അല്ലാഹുവിന്റെ റസൂൽ ഒരു മാർഗം പറഞ്ഞു തരികയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുന്നു, സഹാബ, ഒന്നാമതായി പറഞ്ഞു കൊടുത്തത് എന്തെന്നറിയുമോ? ഒന്നാമതായിട്ട് പറഞ്ഞു കൊടുത്തത് എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അബൂ ഹുറൈറ, ഇത്തഖിൽ മഹാരിമ തകുൻ അഗ്ബദൻ അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിനോട് ഒന്നാമതായി പറഞ്ഞു കൊടുത്ത കാര്യം എന്തെന്നറിയുമോ? അബൂ ഹുറൈറ, ഹറാമുകളെ നീ സൂക്ഷിക്കണേ അബൂ ഹുറൈറ. ഹറാമുകളെ നീ സൂക്ഷിച്ചാൽ ലോകത്തിലെ ഏറ്റവും വലിയ മഹാൻ നീയാകുമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു കൊടുക്കുമ്പോ ഈ വഅദിന്റെ സദസ്സിലേക്ക് കടന്നു വന്ന മുസ്ലിമേ, ഹറാമുകളെ ഒന്ന് സൂക്ഷിക്കാൻ കഴിയുമോ?
ഹറാമുകൾ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ വൻപാപങ്ങൾ നിനക്കൊന്ന് സൂക്ഷിക്കാൻ കഴിയുമോ? അല്ലാഹുവിന്റെ ഖുർആൻ വൻപാപങ്ങൾ ഇങ്ങനെ എണ്ണി പറയുന്നുണ്ട്. കള്ളു കുടിക്കുന്നതും വ്യഭിചരിക്കുന്നതും പലിശ തിന്നുന്നതും ഖുർആൻ ഇങ്ങനെ വൻപാപങ്ങൾ എണ്ണി പറയുന്നു. പ്രവാചകൻ ഒരുപാട് വൻപാപങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഈ പറയുന്ന കാര്യങ്ങൾ നിനക്ക് നിന്റെ ജീവിതത്തിൽ ഒന്ന് സൂക്ഷിക്കാൻ കഴിയുമോ? അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുമ്പോ മഹാനായ സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു 95 വയസ്സായി പടുവൃദ്ധനായി അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു എല്ലാവരും പള്ളിയിൽ നിന്ന് നമസ്കാരം കഴിഞ്ഞ് പിരിഞ്ഞു പോയി കഴിയുമ്പോ എല്ലാവരും പള്ളിയിൽ നിന്ന് പിരിഞ്ഞു പോയെന്ന് മനസ്സിലാക്കുമ്പോ പള്ളിക്കകത്ത് ഒറ്റക്കിരുന്ന് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാ. എല്ലാവരും പള്ളിയിൽ നിന്ന് പിരിഞ്ഞു പോയതിനു ശേഷം മിഹ്റാബിന്റെ അടുക്കൽ ഇരുന്നിട്ട് അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാ. ആ സമയത്ത് പള്ളിയിലേക്ക് കയറി വന്ന ഒരു ചെറുപ്പക്കാരൻ നോക്കുമ്പോ അബൂ ഹുറൈറ തങ്ങൾ പള്ളിക്കകത്തിരുന്ന് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാണ്. ചെറുപ്പക്കാരൻ അത്ഭുതമായി. എന്താണ് പടച്ചവര് ഒറ്റയ്ക്ക് എല്ലാവരും പോയതിനു ശേഷം ഈ 95 വയസ്സുള്ള പ്രായമായ അബൂ ഹുറൈറ തങ്ങൾ എന്താണ് പള്ളിക്കകത്തിരുന്ന് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുന്നത്? അടുത്തേക്ക് ചെല്ലുമ്പോ അബൂ ഹുറൈറ തങ്ങൾ അല്ലാഹുവോട് കരഞ്ഞുകൊണ്ട് പറയുന്നതെന്നറിയുമോ? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനസ് സിനാ. കരഞ്ഞുകൊണ്ട് ഒറ്റയ്ക്ക് പള്ളിക്കകത്തിരുന്നിട്ട് അല്ലാഹുവിനോട് കരഞ്ഞുകൊണ്ട് പറയുന്നു, നാഥാ വ്യഭിചാരത്തിനെ തൊട്ട് എന്നെ നീ കാക്കണേ അല്ലാ. അവസാനം പള്ളിക്കകത്ത് ഒറ്റക്കിരുന്ന് കരഞ്ഞ് ദുആ ചെയ്തിട്ട് പള്ളിയുടെ വെളിയിലേക്ക് ഇറങ്ങി വരുമ്പോ പ്രായമായ അബൂ ഹുറൈറ തങ്ങളോട് ഈ ചെറുപ്പക്കാരൻ ചോദിക്കുന്നു, തങ്ങള് 95 വയസ്സായല്ലോ, എന്തെങ്കിലും ചെയ്യണമെന്ന് തീരുമാനിച്ചാൽ നിങ്ങളെ കൊണ്ട് കഴിയില്ലല്ലോ, നിങ്ങൾക്ക് പ്രായമായില്ലേ, പിന്നെ എന്തിനാണ് വ്യഭിചാരത്തിനെ തൊട്ട് കാക്കണേ എന്ന് ദുആ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോ അവിടെന്ന് പറയുന്ന ചെറുപ്പക്കാരാ, എനിക്കല്ലേ വയസ്സായത്, എനിക്കല്ലേ പ്രായമായുള്ളൂ, ഇബ്ലീസിന് പ്രായമായിട്ടില്ലല്ലോ. എന്നിട്ട് അബൂ ഹുറൈറ തങ്ങൾ പറയുകയാ, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞിട്ടുണ്ട്, ആദം സന്തതികളുടെ പേരിൽ വ്യഭിചാരത്തിന്റെ പാപം എഴുതപ്പെടുമെന്ന. ആദം നബിയുടെ സന്തതികളുടെ പേരിൽ വ്യഭിചാരത്തിന്റെ പാപം എഴുതപ്പെടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്റെ പ്രിയമുള്ളവരെ, വ്യഭിചാരമെന്ന് പറഞ്ഞാൽ ഒരാണിന്റെയും പെണ്ണിന്റെയും മുഖ്യഭാഗങ്ങൾ പരസ്പരം ചേരുന്നതിന് മാത്രമല്ല, അതിന് മാത്രമല്ല വ്യഭിചാരമെന്ന് പറയുന്നത്. ശരീരത്തിന്റെ ഓരോ അവയവങ്ങൾക്കും വ്യഭിചാരമുണ്ട്. കണ്ണിന് വ്യഭിചാരമുണ്ട്, ചെവിക്ക് വ്യഭിചാരമുണ്ട്, നാവിന് വ്യഭിചാരമുണ്ട്, കൈക്ക് വ്യഭിചാരമുണ്ട്, കാലിന് വ്യഭിചാരമുണ്ട്, ഹൃദയത്തിന് വ്യഭിചാരമുണ്ട്. ശരീരത്തിലെ ഓരോ അവയവങ്ങൾക്കും വ്യഭിചാരമുണ്ടെന്ന് അല്ലാഹുവിന്റെ റസൂൽ പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, അല്ലാഹുവിന്റെ ഖുർആൻ വ്യഭിചരിക്കരുതെന്നല്ല പറഞ്ഞത്. അല്ലാഹുവിന്റെ ഖുർആൻ നിങ്ങൾ വ്യഭിചരിക്കല്ലേ എന്നല്ല പറഞ്ഞത്. വലാ തഖറബുസ് സിനാ ഇന്നഹു കാന ഫാഹിശാ. നിങ്ങൾ അതിലേക്ക് അടുക്കുക പോലും ചെയ്യല്ലേ, അതിലേക്ക് അടുക്കുന്ന കാര്യങ്ങൾ പോലും നിങ്ങൾ ചെയ്യല്ലേ എന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുമ്പോ വ്യഭിചാരമെന്ന് പറയുന്ന മോശമായ ആ പാപത്തിലേക്ക്, ആ വൻപാപത്തിലേക്ക് അടുക്കുന്ന കാര്യങ്ങൾ പോലും ചെയ്യാൻ പാടില്ലെന്ന് ഖുർആൻ പറയുമ്പോ എന്റെ പ്രിയമുള്ള മുസ്ലിമേ, ഇന്ന് വ്യഭിചാരമില്ലാത്ത ഭവനങ്ങളില്ലല്ലോ, വ്യഭിചാരമില്ലാത്ത വീടുകൾ കുറവാണല്ലോ. ഇന്ന് വ്യഭിചാരം വല്ലാതെ വർദ്ധിക്കുന്ന കാലമാണ്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ശരീരത്തിന്റെ ഓരോ അവയവങ്ങൾക്കും വ്യഭിചാരമുണ്ട് പൊന്നുമോര്. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, സഹാബ, കണ്ണിന്റെ
വ്യഭിചാരം എന്തെന്നറിയുമോ? അല്ലാഹു തന്നിരിക്കുന്ന ഈ കണ്ണുണ്ടല്ലോ, ഈ കണ്ണിന്റെ വ്യഭിചാരം എന്തെന്നറിയുമോ? അന്യ പെണ്ണിനെ കാണല്, അന്യ പെണ്ണിന്റെ ശരീരം കാണല്, അന്യ പുരുഷന്റെ ശരീരം കാണല്, അത് കണ്ണിന്റെ വ്യഭിചാരമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ അന്യ പെണ്ണുങ്ങളുടെ ശരീരം കാണല് പടച്ചവനെ അത് കണ്ണിന്റെ വ്യഭിചാരമാ. അന്യ പുരുഷന്റെ ശരീരം കാണല് കണ്ണിന്റെ വ്യഭിചാരമാ. പടച്ചവനെ ഇന്ന് അല്ലാഹുവേ, ഇന്ന് വാട്സാപ്പിലൂടെ ഫേസ്ബുക്കിലൂടെ യൂട്യൂബിലൂടെ എന്തിന് വീടിനകത്ത് TV വാങ്ങി വെച്ചിട്ട് ആണിന്റെയും പെണ്ണിന്റെയും ഔറത്തുകളെ കണ്ടുകൊണ്ട് ആസ്വദിക്കുകയാണല്ലോ. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതെന്തെന്നറിയുമോ? ഈ ഹറാം കാണുന്ന ഈ കണ്ണുണ്ടല്ലോ, കണ്ടാസ്വദിക്കുന്ന ഈ കണ്ണുണ്ടല്ലോ, ഈ കണ്ണിലേക്ക് നാളെ പടച്ചുറപ്പ് അതാ നിന്റെ കൈകാലുകൾ പിടിച്ചതാ ചങ്ങലയിൽ ബന്ധിക്കുകയാണ്. നിന്റെ കൈകാലുകൾ ചങ്ങലയിൽ ബന്ധിപ്പിച്ചിട്ട് ഈ കണ്ടാസ്വദിച്ച നിന്റെ കണ്ണുണ്ടല്ലോ, ആ കണ്ണിലേക്ക് മലക്കുകൾ ഈയ മുരുക്കി ഒഴിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ എന്റെ പ്രിയമുള്ളവര്, പടച്ചവനെ ഇന്ന് കണ്ണുകൊണ്ടുള്ള വ്യഭിചാരം വല്ലാതെ വർദ്ധിക്കുന്ന കാലമാ. ഈ സദസ്സിലിരിക്കുന്നവർ കളിയാക്കുകയല്ല. TV ഇല്ലാത്ത വീടുണ്ടോ? പടച്ചവരെ, ഏത് വീട്ടിലും TV ഉണ്ടല്ലോ. സീരിയൽ കാണുന്നവരുണ്ടല്ലോ, സിനിമ കാണുന്നവരുണ്ടല്ലോ. പടച്ചവനെ, ഇതിനെ കുറിച്ച് വഅദ് പറയുമ്പോ നിങ്ങൾ ചോദിക്കും, ഉസ്താദന്മാരുടെ വീട്ടിലില്ല, പ്രവാചകന്മാരുടെ വീട്ടിലില്ല, ഇമാമുമാരുടെ വീട്ടിലില്ല, ഹജ്ജ് ചെയ്തവരുടെ വീട്ടിലില്ല, ഉംറ ചെയ്തവരുടെ വീട്ടിലില്ല. ഇതൊക്കെ ഒരു നിസാര പാപമല്ല. ഇതൊക്കെ ഇത്രയും വഅദ് പറയാനുണ്ടോ? എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, ഉസ്താദന്മാരെ കണ്ടാൽ അതിന് അനുവാദമുണ്ടെന്നല്ല. ഉസ്താദന്മാരുടെ വീട്ടിൽ TV ഉണ്ടെങ്കിൽ, ഹജ്ജ് ചെയ്തവന്റെ വീട്ടിൽ TV ഉണ്ടെങ്കിൽ അല്ലാഹു പാപമെന്ന് പറഞ്ഞ കാര്യം ഹലാലാകൂല. ആര് ചെയ്താലും തെറ്റ് തന്നെയാ. മരിച്ച അന്യ പെണ്ണിന്റെ മയ്യത്ത് കാണാൻ പാടില്ലല്ലോ. മരിച്ചുപോയ അന്യ പുരുഷന്റെ മയ്യത്ത് കാണാൻ പാടില്ല എന്ന് പറഞ്ഞ ഒരു മതത്തിന്റെ അനുയായികളാണ് ഞാനും നിങ്ങളും. എന്റെ പ്രിയപ്പെട്ടവര്, ഇതൊക്കെ നിസാരമായി തള്ളിക്കളയുന്നവരുണ്ടല്ലോ, ഇതൊക്കെ നിസാരമായി തള്ളിക്കളയുന്നവരുണ്ടല്ലോ. ആരാ പറഞ്ഞത് ഇത് നിസാരമാണെന്ന്? ആരാ പറഞ്ഞത് ഇത് നിസാരമാണെന്ന്? എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയമുണ്ടല്ലോ. അല്ലാഹുവിന്റെ കഅബാലയം ഒരു മനുഷ്യൻ, ഒരു മഹാൻ ഇങ്ങനെ തവാഫ് ചെയ്യുകയാണ്. അല്ലാഹു ഇഷ്ടപ്പെട്ട ഒരു മഹാനുണ്ടല്ലോ. പരിശുദ്ധമായ കഅബാലയം ഇങ്ങനെ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ പടച്ചറബിന്റെ പരിശുദ്ധമായ കഅബാലയത്തിന്റെ കില്ല പിടിച്ചുകൊണ്ട് ഒരു ചെറുപ്പക്കാരൻ അല്ലാഹുവിനോട് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാ. കഅബാലയത്തിന്റെ കില്ല പിടിച്ചിട്ട് ഈ ബദ്ധത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന ഒരു ചെറുപ്പക്കാരൻ കഅബാലയത്തിന്റെ കില്ല പിടിച്ചിട്ട് ദുആ ചെയ്യുകയാണ്. എന്താണ് ദുആ ചെയ്യുന്നത്? അല്ലാഹുമ്മ ഖ്രിജ്നി മിൻ ഹാദിഹി ദുനിയാ മുസ്ലിമാ. ഈ മഹാൻ ഇങ്ങനെ നോക്കുമ്പോ കഅബാലയത്തിന്റെ കില്ല പിടിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് പടച്ചുറപ്പിനോട് പറയുന്നത് എന്തെന്നറിയുമോ? അല്ലാഹുവേ, ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോ എന്നെ ഒരു മുസ്ലിമാക്കി മരിപ്പിക്കണേ അല്ലാ. എന്നിട്ട് രണ്ടാമതായി പറയുകയാ, എന്റെ സഹോദരങ്ങളുടെ ഗതി എനിക്ക് വരുത്തല്ല അല്ലാ. എന്റെ സഹോദരങ്ങളുടെ ഗതി എനിക്ക് തരല്ല റബ്ബേ എന്ന് പറഞ്ഞുകൊണ്ട് കഅബാലയത്തിന്റെ കില്ല പിടിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാ. അവസാനം തവാഫ് കഴിഞ്ഞപ്പോ ഈ മഹാൻ ഈ ചെറുപ്പക്കാരനോട് ചോദിച്ചു, പൊന്നുമോനെ, എന്തിനാ കരയുന്നത്? നീ എന്താണ് ഇങ്ങനെ ദുആ ചെയ്യുന്നത്? എന്താണ് നിന്റെ കൂടപ്പിറപ്പുകൾക്ക് സംഭവിച്ചത്? ആ ചെറുപ്പക്കാരൻ കരഞ്ഞുകൊണ്ട് പറയുന്നു, തങ്ങള്, എനിക്ക് 2 സഹോദരങ്ങളുണ്ടായിരുന്നു, എനിക്ക് 2 ജ്യേഷ്ഠന്മാരുണ്ടായിരുന്നു. ജ്യേഷ്ഠനുണ്ടല്ലോ, എന്റെ മൂത്ത സഹോദരനുണ്ടല്ലോ, ആ മനുഷ്യന്റെ ജോലി എന്തായിരുന്നെന്നറിയുവോ? അല്ലാഹുവിന്റെ പള്ളിയില് 5 നേരം ഹയ്യ അലസ്സലാ, ഹയ്യ അലൽ ഫലാ,
അല്ലാഹുവിന്റെ പള്ളിയില് 5 നേരം ബാങ്ക് വിളിക്കുന്ന മുഅദ്ദിനായിരുന്നു. എത്ര കൊല്ലമാണ് ബാങ്ക് വിളിച്ചതെന്നറിയുമോ? 40 കൊല്ലം അല്ലാഹുവിന്റെ പള്ളിയിൽ ബാങ്ക് വിളിച്ച മനുഷ്യനായിരുന്നു. എന്റെ പ്രിയമുള്ളവരെ, ബാങ്ക് വിളിക്കുന്നതിന്റെ പ്രതിഫലം നമുക്കറിയാമല്ലോ. ബാങ്ക് വിളിക്കുന്ന ഒരു മനുഷ്യന് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം നമുക്കറിയാമല്ലോ. പഠിച്ചവരെ, ഈ പഴയങ്ങാടിയിലെ ഏറ്റവും വലിയ ഭാഗ്യവാൻ ഈ പള്ളിയിലെ മുഅദ്ദിനാ. ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടുന്നതാ മനുഷ്യനാ. അല്ലാഹുവേ, ചെറുപ്പക്കാരൻ പറയുന്നു, തങ്ങളെ 40 കൊല്ലം അല്ലാഹുവിന്റെ പള്ളിയിൽ ബാങ്ക് വിളിച്ച എന്റെ സഹോദരനുണ്ടല്ലോ, അവസാനം മരണസമയം അടുത്ത് വന്നപ്പോ എന്നെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, ഖുർആനൊന്ന് കൊണ്ടുവരാൻ. അല്ലാഹുവിന്റെ ഖുർആനുണ്ടല്ലോ, ഖുർആനൊന്ന് കൊണ്ടുവരാ പറഞ്ഞു. ഞാൻ ചിന്തിച്ചു, പടച്ചവര് 40 കൊല്ലം ബാങ്ക് വിളിച്ച മനുഷ്യനാണല്ലോ, ഖുർആൻ ഓതി മരിക്കാനായിരിക്കും, ഖുർആൻ ഓതിയിട്ട് മരിക്കാനായിരിക്കും. ഞാൻ പരിശുദ്ധമായ ഖുർആൻ എടുത്തുകൊണ്ട് കയ്യിലേക്ക് വെച്ചു കൊടുക്കുമ്പോ എന്തേ പറഞ്ഞതെന്നറിയുവോ? കഫർതു ബില്ലാഹി ബിമാ ഉൻസില. 40 കൊല്ലം അല്ലാഹുവിന്റെ പള്ളിയിൽ ബാങ്ക് വിളിച്ച മനുഷ്യനുണ്ടല്ലോ, ഖുർആൻ കയ്യിലേക്ക് കൊണ്ടുകൊടുക്കുമ്പോ അത് വലിച്ചു കീറുകയാണ്. എനിക്കിതിൽ വിശ്വാസമില്ല, എനിക്ക് ഈ ഖുർആനിൽ വിശ്വാസമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഖുർആൻ വലിച്ചു കീറിയിട്ട് വലിച്ചെറിയുകയാണ്. എന്നിട്ട് അവസാനം ഒരു കാഫിറിനെ പോലെ മരിച്ചുപോയി. അവസാനം അല്ലാഹുവിന്റെ ഖുർആനിൽ വിശ്വാസമില്ലെന്ന് പറഞ്ഞു അത് വലിച്ചു കീറി കളഞ്ഞിട്ട് എന്റെ സഹോദരന്റെ ആഖിബത്ത് മോശമായിരുന്നു. ചെറുപ്പക്കാരൻ പറയുന്നു, തങ്ങള് എന്റെ രണ്ടാമത്തെ സഹോദരനുണ്ടല്ലോ, എന്റെ രണ്ടാമത്തെ ജ്യേഷ്ഠനുണ്ടല്ലോ, അതേ പള്ളിയിൽ തന്നെയാ ബാങ്ക് വിളിച്ചത്. 10 വർഷമാണ് ബാങ്ക് വിളിച്ചത്, 10 കൊല്ലമാണ് ബാങ്ക് വിളിച്ചത്. എന്റെ രണ്ടാമത്തെ സഹോദരന്റെയും ആഖിബത്ത് മോശമായിരുന്നു, അവിടുത്തെ മരണവും മോശമായിരുന്നു. ചെറുപ്പക്കാരൻ പറയുന്നു, തങ്ങള് എന്റെ സഹോദരങ്ങൾ ബാങ്ക് വിളിച്ച അതേ പള്ളിയിൽ തന്നെയാണ് ഞാനും ബാങ്ക് വിളിക്കുന്നത്, അവിടെ ബാങ്ക് വിളിക്കുന്നത് ഞാനാ. അല്ലാഹുവേ, എന്റെ സഹോദരങ്ങളുടെ ഗതി എനിക്ക് തരല്ലേ അല്ലാ എന്ന് കഅബാലയത്തിന്റെ കല്ല് പിടിച്ചിട്ട് ദുആ ചെയ്യാറ്. ഇതാണ് കാരണമെന്നാ ചെറുപ്പക്കാര പറഞ്ഞു കൊടുക്കുമ്പോ അതാ മഹാനവറുകൾ ചോദിച്ചു, മോനെ, നിന്റെ സഹോദരങ്ങളുടെ സ്വഭാവം എങ്ങനെയായിരുന്നു? അവര് കള്ളു കുടിക്കുന്നവരായിരുന്നില്ലോ, അവര് വ്യഭിചരിച്ചവരായിരുന്നില്ലോ, അവര് പലിശ തിന്നവരായിരുന്നില്ലോ, അവര് വൻപാപങ്ങൾ ചെയ്തവരായിരുന്നില്ലോ, അവർ നിസ്കാരമില്ലാത്തവരായിരുന്നില്ലോ, അവർ അല്ലാഹുവിന്റെ പള്ളിയുടെ മുന്നിലൂടെ മണ്ടുമടക്കി കൊടുത്ത് അഹങ്കാരത്തോടെ ധിക്കാരത്തോടെ നടന്നവരായിരുന്നില്ല. പിന്നെ അവരുടെ അവസാനം മോശമാകാറുള്ള കാരണം എന്താ? ചെറുപ്പക്കാരൻ പറയുന്നു, തങ്ങള് എന്റെ 2 സഹോദരങ്ങൾക്കും ഒരു ദുശീലമുണ്ടായിരുന്നു. എന്താണ് ആ ദുശീലമെന്നറിയുമോ? ധരിച്ച പെങ്ങള്, നിസ്കാര തഴമ്പുള്ള വാപ്പ, 5 നേരം നിസ്കരിക്കുന്ന ഉപ്പ, ഏത് നല്ല കാര്യത്തിനും സദഖ കൊടുക്കുന്ന വാപ്പ, കയ്യിലെ തസ്ബീഹും പിടിച്ച് ഹിജാബ് വിട്ട് നടക്കുന്ന പെങ്ങള്, അവർക്ക് 2 പേർക്കും ഉണ്ടായിരുന്ന ആ ദുശീലം എന്തെന്നറിയുമോ? 2 പേരും പെണ്ണുങ്ങളുടെ ഔറത്ത് കാണുന്നവരായിരുന്നു. പെണ്ണുങ്ങളുടെ ഔറത്ത് കാണുന്ന ഒരു സ്വഭാവം അവർക്ക് 2 പേർക്കും ഉണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കാം എന്റെ സഹോദരങ്ങളുടെ ആഖിബത്ത് മോശമായി പോയതെന്ന് കഅബാലയത്തിന്റെ മുറ്റത്ത് വെച്ച് കരഞ്ഞുകൊണ്ട് പറയുമ്പോ, നിനക്ക് ആഗ്രഹമില്ലേ ഈ ഹറാമുകൾ കണ്ടുകൊണ്ട് ആസ്വദിക്കുന്ന കണ്ണുണ്ടല്ലോ, ഈ സീരിയൽ കാണുന്ന കണ്ണുണ്ടല്ലോ, ഈ സിനിമ കാണുന്ന കണ്ണുണ്ടല്ലോ, യൂട്യൂബിലൂടെ പഠിച്ചവര് എല്ലാവരും കടന്നു കടിയുമ്പോ ബെഡ്റൂമിന്റെ അകത്ത് കയറി കമ്പ്യൂട്ടറിലൂടെ അല്ലെങ്കിൽ കയ്യിലിരിക്കുന്ന മൊബൈൽ
റോഡുകളിലൂടെ ഉടുതുണികിരിഞ്ഞിട്ട് ആടുന്ന പെണ്ണിന്റെ ആട്ടം കാണുന്ന യുവത്വേ, എടാ ഈ കണ്ണുകൊണ്ടോ നിനക്ക് സ്വർഗം കാണേണ്ടത്, ഈ കണ്ണുകൊണ്ടാണ് സ്വർഗം കാണേണ്ടത്, ഈ കണ്ണുകൊണ്ടാണ് നിന്നെ പടച്ച റബ്ബിനെ നിനക്ക് കാണാനുള്ളത്. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, കണ്ണുകൊണ്ട് കണ്ണിന്റെ വ്യഭിചാരം എന്തെന്നറിയോ? ഹറാം കാണലു, അത് കണ്ണിന്റെ വ്യഭിചാരമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ ഈ രണ്ടുപേരും 40 കൊല്ലമാ വിളിച്ചത്, പള്ളിയിൽ ബാങ്ക് വിളിച്ചത്. ആലോചിച്ച് നോക്കിയേ, 12 വർഷം വിളിക്കുന്ന മനുഷ്യന് സ്വർഗമുണ്ടെന്ന, 6 വർഷം വിളിക്കുന്നവർക്ക് സ്വർഗമുണ്ടെന്ന്. എങ്ങനെയാകട്ടെ, 40 കൊല്ലം അള്ളാന്റെ പള്ളിയിൽ ബാങ്ക് വിളിച്ച മനുഷ്യൻ, 10 വർഷം ബാങ്ക് വിളിച്ച മനുഷ്യൻ, ഇവര് രണ്ടുപേരുടെയും ആക്കിബത്ത് മോശമായത് പെണ്ണുങ്ങളുടെ ഔറത്ത് കണ്ടതുകൊണ്ട്. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ, അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ആ കണക്ക് വെച്ചിട്ട് നീ പറ, നിന്നെ കൊണ്ട് പറ്റുമോ? നമ്മളെ കൊണ്ട് പറ്റുമോ? ടി വി ഇല്ലാത്ത വീടുണ്ടോ? ടി വി ഇല്ലാത്ത വീടുണ്ടോ? ലോകത്ത് എവിടെ വേണമെങ്കിലും നിങ്ങൾ പൊക്കോ, ഈ ലോകത്തുള്ള ഏത് പണ്ഡിതന്മാരെടുക്കലും നിങ്ങൾ പൊക്കോ. നിങ്ങൾക്ക് ഇതൊന്ന് അനുവദനീയമാക്കി എടുക്കാൻ പറ്റുമോ? ഈ കാണുന്നത് തഴമുണ്ട് താടിക്ക് പള്ളിയുടെ പ്രസിഡന്റ്, സെക്രട്ടറി, ഇമാമ്, പ്രഭാഷകൻ, ഹാഫിദ്, ആലിം, അവൻ ചെയ്താലും തെറ്റ് തന്നെയാ. അള്ളാഹ് അനുവദനീയമാക്കി തന്നിട്ടില്ലല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇത് ശരിയല്ല എന്ന് നിങ്ങൾക്കറിയാം. ഇത് തെറ്റാ. കാരണം എന്ത്? മരിച്ച പെണ്ണ് അന്യ പെണ്ണാണെങ്കിൽ മയ്യത്ത് പോലും കാണാൻ പാടില്ല. മരിച്ച പെണ്ണ് അന്യ പെണ്ണാണെങ്കിൽ അവളുടെ മയ്യത്ത് പോലും കാണാൻ പാടില്ല എന്ന് പഠിപ്പിച്ചൊരു മതത്തിന്റെ അനുയായികളാ. ഉസ്താദിന്റെ അടുക്ക വന്നിട്ട്, ഉസ്താദെ വീടിന്റെ അടിയിൽ, വീടിന്റെ അകത്ത് ഉസ്താദെ സമാധാനം ഇല്ല ഉസ്താദെ, മക്കൾ തമ്മിൽ ശത്രുക്കളെ പോലെ കിടന്ന് തമ്മിലടിക്ക, കച്ചവടമൊക്കെ പോയി ഉസ്താദെ, സമാധാനമില്ല, സന്തോഷമില്ല, കന്നിമൂലയ്ക്ക് എന്തോ കുഴപ്പമുണ്ട് ഉസ്താദെ. എന്നിട്ട് പറയല്ലോ, കന്നി മൂലക്കല്ല വാപ്പ കുഴപ്പം, കന്നിയുടെ മൂലയ്ക്കൊരു കുഴപ്പമില്ല. നിന്റെ വീട്ടിൽ നിന്ന് ആ ശൈത്താൻ പെട്ടി എന്ന് പുറത്താക്കുന്നു, അന്നേ നിന്റെ വീട്ടിൽ സമാധാനം ഉണ്ടാകത്തുള്ളൂ. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടൂല ഞാൻ പറയുമ്പോ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടൂല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും പറയാനുള്ളത് പറയണം, ഇല്ലെങ്കിൽ പിന്നെ തിന്ന ചോറിന് നന്ദിയില്ലാതെ പോകും. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അനുവദനീയമാക്കാൻ പറ്റുമോ? അനുവദനീയമാക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും ആക്കാൻ പറ്റുമോ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അപ്പൊ ഇത് പറയുമ്പോ ഞാൻ കാണുന്നില്ലല്ലോ. നീ കാണണ്ട വാപ്പ, നീ കാണണ്ട. അള്ളാന്റെ പരലോകത്തിലെ ഏറ്റവും വൃത്തികെട്ടവൻ കള്ളുകുടിയനും പെണ്ണുപിടിയനും വ്യഭിചാരിയും പലിശ തിന്നുന്നവനും കാഫിറൊന്നുമല്ല. അള്ളാഹുവിന്റെ പരലോകത്തിലെ ഏറ്റവും വലിയ വൃത്തികെട്ടവൻ 3 വിഭാഗമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ പറഞ്ഞു നബി മുഹമ്മദ് മുസ്തഫ. അള്ളാന്റെ റസൂല് പറഞ്ഞു, പരലോകത്തിലെ ഏറ്റവും വലിയ വൃത്തികെട്ടവൻ കള്ളുകുടിയനും പെണ്ണുപിടിയും. അവനെ ഒന്നും വിട്ടേരെ, അവരൊക്കെ പോട്ടെ. ഏറ്റവും വലിയ നല്ല താടിയുണ്ട്, നല്ല തഴമ്പുണ്ട്, അള്ളാഹ് പള്ളിയുടെ 1ാമത്തെ സപ്പിൽ നെലിഞ്ഞിരിക്കും, അസറിന് വന്ന ഇശായ്ക്കോ പോകും. ഇത്ര വലിയ മനുഷ്യനാ. ഉമ്മ ഫർദ് ഹിജാബ് ഇട്ടിട്ട് നടക്കാ, കാണേണ്ട കാഴ്ചയാ. അള്ളാന്റെ പരലോകത്തിലെ ഏറ്റവും വലിയ വൃത്തികെട്ടവൻ 1ാമത്തെ വിഭാഗം. പ്രവാചകൻ പറഞ്ഞു, നീ പള്ളിയിൽ വന്ന് നിസ്കരിച്ചിട്ട് നീ വീട്ടിലേക്ക് പോകുമ്പോ നീ കെട്ടിയ നിന്റെ പെണ്ണുമ്പിള്ളയും മക്കളും കൂടെ സിനിമയും കണ്ടോണ്ട് ഇങ്ങനെ വെട്ടുപോത്തിരിക്കണ പോലെ ടിവിയുടെ മുന്നിൽ നിലഞ്ഞിരിക്ക. ആ പോകുന്ന സമയത്ത് നിനക്ക് നല്ലതുപോലെ അറിയാം അത് തെറ്റാണെന്ന്, കാണുന്നവർക്കും അറിയാം അത് തെറ്റാണെന്ന്. നീ പള്ളിയിൽ നിന്ന് പോകുമ്പോ കണ്ടുകൊണ്ടിരിക്കുന്ന നിന്റെ ഭാര്യയും മക്കളെയും ഇത് തെറ്റാണെന്ന് പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ ആ തെറ്റിനെ നീ നിസ്സാരമായി കാണുന്നവനാണ് പരലോകത്തിലെ ഏറ്റവും വലിയ വൃത്തികെട്ടവനെന്ന് നബി മുഹമ്മദ് മുസ്തഫ. മുഹമ്മദ് മുസ്തഫ വീട്ടിലേക്ക് നിസ്കാരം കഴിഞ്ഞ് പോകുമ്പോ സീരിയല് ചന്ദനമഴയും കണ്ടോണ്ടിരിക്കുക അല്ലേ, പരസ്പരം കണ്ടിട്ട് ഇങ്ങനെ ഇരിക്കുക. നിന്റെ പെണ്ണുമ്പിള്ള അറിയത്തില്ല ഇത് തെറ്റാണെന്ന്. അവരുടെ പെടലിക്കൊന്ന് കൊടുത്തിട്ട് പറയണം, മാറ്, എടുത്ത് ഒറ്റ ഏറിയണം. എടുത്തത് നിന്റെ വീട്ടിൽ നിന്ന് എറിയാനല്ല. അപ്പൊ അയ്യോ പറച്ചോനെ, അല്ലാഹു ഉസ്താദ് എന്താ ഈ അങ്ങനൊക്കെയല്ലേ? മനുഷ്യ, നീ ചെലവിന് കൊടുക്കണം നിന്റെ പെണ്ണുമ്പിള്ളയും നിന്റെ മക്കളെയും നിലക്ക് നിർത്താൻ കഴിയാത്ത നിങ്ങളായി ഇനിയിപ്പോ ലോകം മറിക്കാൻ പോണത്. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആദ്യം നീ നിന്റെ വീട് നന്നാക്ക്, അവിടെ നിന്ന് തുടങ്ങും. ആദ്യം നിന്റെ ഭവനം നന്നാക്ക്, അവിടെ നിന്ന് തുടങ്ങും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, കണ്ണുകൊണ്ട് കാണൽ കണ്ണിന്റെ വ്യഭിചാരമാ, ചെവി കൊണ്ട് കേൾക്കൽ ഏറ്റവും കൂടുതൽ വ്യഭിചാരം മൊബൈലിലൂടെയുള്ള വ്യഭിചാരം. എല്ലാ വീടിന്റെ അകത്തുണ്ട്. രാത്രി ഭക്ഷണം കഴിച്ചാൽ കയറി ഓരോ റൂം അടച്ചു കഴിഞ്ഞാൽ ടവർ കത്തിക്കുക, വീടിന്റെ അകത്ത് ഇരുന്നിട്ട് ഫോണിലൂടെയുള്ള വ്യഭിചാരം. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, മോശമായ കാര്യങ്ങൾ, അന്യപുരുഷന്റെ സംസാരം, അല്ലാഹുവേ അതുകൊണ്ട് ചെവി കൊണ്ട് കേൾക്കൽ ചെവിയുടെ വ്യഭിചാരമാ.
പടച്ചവനെ പ്രവാചകൻ അവിടെന്ന് പറയുന്നു മോശമായ കാര്യങ്ങൾ പറയലൂ. എന്തെല്ലാം വൃത്തികേടുകളാണ്. പച്ച സെക്സ് പറയുന്നവരുണ്ട്. പടച്ചവനെ തന്റെ കാമുകനോട് മണിയറ രഹസ്യം പറയുന്ന പെണ്ണുങ്ങളുണ്ട്, പറയുന്ന ചെറുപ്പക്കാരുണ്ട്. എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, ലോകത്തൊരാളോടും പറയാ പാടില്ലാത്ത 3 കാര്യങ്ങളുണ്ട്. ഒരാളോടും പറയാ പാടില്ലാത്ത 3 കാര്യങ്ങള്. ആ 3 കാര്യത്തിൽ ഒരു കാര്യം എന്തെന്നറിയുമോ? അത് മണിയറ രഹസ്യമാ. നിന്റെ ഭാര്യ നിന്നോട് പങ്കുവച്ച കാര്യങ്ങള്, ഭർത്താവ് പങ്കുവച്ച കാര്യങ്ങള്, എവിടോ കിടക്കുന്ന ഒരു വൃത്തികെട്ടവരോട് ഫോണിലൂടെ ഷെയർ ചെയ്യുന്ന എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, മോശമായ കാര്യങ്ങൾ പടച്ചുറപ്പ് തന്ന നാവ് കൊണ്ട് പറയുന്ന യുവത്വമേ, എടാ പൊന്നുമോര്, ഈ നാവ് പൊക്കിയിട്ടാൽ മരിക്കുന്ന സമയത്തിലാ ഈ നാവ് കൊണ്ടാ പറയേണ്ടത്. സക്കറാത്തിന്റെ അവസ്ഥയില് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണ്ട നാവാ. പൊങ്ങണോ പൊന്നുമോര്, പറയാ കഴിയടോ പൊന്നുമോര്, ആരെങ്കിലും പറഞ്ഞു തരുന്നത് കേൾക്കടോ പൊന്നുമോര്. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, മോശമായത് കേൾക്കലു ചെവിയുടെ വ്യഭിചാരമോ, മോശമായത് പറയലു നാവിന്റെ വ്യഭിചാരമോ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, കൈയുടെ വ്യഭിചാരം എന്തെന്നറിയുമോ? കൈയുടെ വ്യഭിചാരം എന്തെന്നറിയുമോ? അന്യ പെണ്ണിനെ തൊടല്, അന്യ പുരുഷനെ തൊടല്, അത് കൈയുടെ വ്യഭിചാരമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, ഇന്നതൊക്കെ ഒരു പാപമായി കാണുന്നവര് കുറവാണല്ലോ. ഇതൊരു പാപമല്ലല്ലോ, നിസ്സാരമായി കാണുന്നവര് കാലമാണല്ലോ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഒരു അന്യ പെണ്ണിന്റെ ശരീരത്തെ തൊടുന്നതിനേക്കാളും നല്ലതെന്തെന്നറിയുമോ? ഒരു അന്യ പെണ്ണിന്റെ ശരീരത്തെ തൊടുന്നതിനേക്കാൾ നല്ലതെന്തെന്നറിയുമോ? എടാ, പന്നി എന്ന് പറയുന്ന മൃഗമുണ്ടല്ലോ, പേര് കേൾക്കുമ്പോഴേ നിനക്ക് അറപ്പും വെറുപ്പുമല്ലോ. കാഷ്ടം തിന്നുകൊണ്ട് കിടക്കുന്ന പന്നിയുണ്ടല്ലോ, കാഷ്ടത്തിന്റെ അകത്ത് കിടക്കുമ്പോ ഓടിച്ചെന്നിട്ട് കെട്ടിപ്പിടിക്കടാ. ഒരന്യ പെണ്ണിനെ തൊടുന്നതിനേക്കാളും നല്ലത് പന്നിയെ കെട്ടിപ്പിടിക്കലാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, കാരണം 7 വെള്ളത്തിൽ കഴുകിയ അത് ശുദ്ധമാകുമല്ലോ. അന്യ പെണ്ണിന്റെ ശരീരത്തെ തൊട്ടത് എവിടെ കൊണ്ട് കഴുകിക്കളയാരാ? എന്റെ പ്രിയമുള്ളവര്, പഠിച്ചവനെ എന്ന കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടികള്, സ്കൂളിൽ പഠിക്കുന്നവർ ഇന്നെല്ലാവർക്കും നിസാരമാണല്ലോ. പരസ്പരം ശരീരത്ത് തൊട്ടിട്ടുള്ള കളികളാണല്ലോ. ഭർത്താവിന്റെ അനിയന്റെ കൂടെ, അനിയന്റെ മക്കളുടെ കൂടെ, അല്ലെങ്കിൽ കുടുംബത്തിലെ അകന്ന ചെറുപ്പക്കാരുടെ ബൈക്കിന്റെ പുറകില് ഇരുന്ന് യാത്ര ചെയ്യുന്ന പെണ്ണ്, അന്യപുരുഷന്റെ ബൈക്കിന്റെ പുറകില് കുടുംബത്തിലെ അകന്ന ചെറുപ്പക്കാർ. ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ടത് നാട്ടുകാരെയല്ലോ, കുടുംബത്തിലെ അകന്ന ചെറുപ്പക്കാരെയാണെന്ന് മഹാന്മാര് പഠിപ്പിക്കുമ്പോ, പ്രായപൂർത്തിയായ +1 പഠിക്കുന്ന, +2 പഠിക്കുന്ന പൊന്നുമോള്, പ്രായപൂർത്തിയായ മക്കളെ കണ്ടവന്റെ പുറകില് കയറ്റിയിരുത്തിയിട്ട് തൊട്ടുരുമ്പി യാത്ര ചെയ്യിപ്പിക്കുന്ന മാതാപിതാക്കള്, പഠിച്ചവനെന്ന് കോളേജിൽ പഠിക്കുന്ന ഫ്രണ്ട്സ് ആണല്ലോ, അവർക്ക് പരസ്പരം തൊടാം, അവർക്ക് ശരീരത്തിൽ തൊട്ടുരുമ്പി നടക്കാം. പഠിച്ചവനെ അതൊക്കെ പാപമാണോ? നിസാരമായി കാണുന്ന എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അല്ലാഹുവേ, എന്റെ പ്രിയപ്പെട്ട യുവത്വത്തിനോട് മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു രാജ്യം ഭരിക്കുന്ന കാലമുണ്ടല്ലോ, ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. നിന്നെ പോലെ യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോയ ഒരു ചെറുപ്പക്കാരനാ. നിങ്ങൾക്ക് വല്ലാത്ത ഇഷ്ടമായിരുന്നു. കാരണം 5 നേരവും ബാങ്ക് വിളിക്കുന്ന സമയത്ത് പള്ളിയുടെ 1ാമത്തെ സഫിലിരിക്കുന്ന ചെറുപ്പക്കാരനാ. നിങ്ങൾക്ക്
വല്ലാത്ത ഇഷ്ടമാ. ഒരു ദിവസം ഇശാ നമസ്കാരം കഴിഞ്ഞിട്ട് ഈ ചെറുപ്പക്കാരൻ തന്റെ വീട്ടിലേക്ക് നടന്നു പോകുമ്പോ അല്ലാഹുവേ, ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരുളുള്ള ഒരു വഴിയിലൂടെ നടന്നു പോകുമ്പോ കാണാനടകുള്ള സൗന്ദര്യ റാണിയായ ഒരു സുന്ദരിയായ പെണ്ണോടി വന്ന് കെട്ടിപ്പിടിക്കുകയാ. സുന്ദരിയായ പെണ്ണ് പാതിരാത്രി ഓടി വന്ന് കെട്ടിപ്പിടിക്കുകയാണ്. എന്നിട്ട് പറയുന്നു, എന്റെ ആഗ്രഹമൊന്ന് സാധിച്ചതാടാ, ആരും കാണില്ലടാ, എന്റെ മോഹമൊന്ന് സാധിച്ചു തരുമോ എന്ന് ശരീരത്തിലേക്ക് കയറി കെട്ടിപ്പിടിച്ചിട്ട് തന്റെ മാറിടത്തിലേക്ക് ഒരു ചെറുപ്പക്കാരനെ ചേർത്ത് പിടിച്ചിട്ട് ആ പെണ്ണി യാചിക്കുമ്പോ ഈ ചെറുപ്പക്കാരന്റെ കണ്ണ് നിറഞ്ഞൊഴുകുകയാണ്, കൈകാലുകൾ കിടന്ന് വിറയ്ക്കുകയാ. അവിടെ ചിന്തിച്ചു, അല്ലോ ഞാൻ തെറ്റുകാരനായി പോയല്ലോ റബ്ബേ, ഞാൻ വ്യഭിചാരിയായി പോയല്ലോ, ഞാൻ നരകത്തിന്റെ അവകാശിയായി പോയല്ലോ. പൊട്ടിക്കരഞ്ഞുകൊണ്ട് ബോധം കെട്ടി വീഴുകയാ. ബോധം നഷ്ടപ്പെട്ടു താഴേക്ക് വീടൂ. പെണ്ണിട്ടോടുകയാണ്. ബോധമില്ലാതെ വഴിയിൽ കിടക്കുന്ന ചെറുപ്പക്കാരന് ആരോ എടുത്തുകൊണ്ട് വീട്ടിലേക്ക് കൊണ്ടുചെന്നു. അവസാനം ബോധം വന്നപ്പോ വാപ്പ മകനോട് ചോദിച്ചു, മോനെ എന്താണ് സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോ കരഞ്ഞുകൊണ്ട് പറയുന്നു, വാപ്പാ വ്യഭിചരിച്ചു വാപ്പാ, തെറ്റു ചെയ്തു വാപ്പാ, എന്റെ ശരീരത്തിൽ ഒരു പെണ്ണ് പിടിച്ചു വാപ്പാ. പൊട്ടിക്കരഞ്ഞുകൊണ്ട് പൊന്നുപോലെ പിതാവിനോട് പറയുമ്പോ പിതാവ് പറഞ്ഞു, നീ അങ്ങോട്ട് പിടിച്ചതല്ലല്ലോ, ആ പെണ്ണിങ്ങോട്ട് കയറി പിടിച്ചതാണല്ലോ, നീ അല്ലാഹുവിനെ ഭയന്നവനാണല്ലോ, അതുകൊണ്ട് നീ തെറ്റുകാരനല്ലെന്ന് വാപ്പ പറഞ്ഞു കൊടുക്കുമ്പോ ചെറുപ്പക്കാരൻ എത്ര പറഞ്ഞിട്ടും സമാധാനമില്ല, എത്ര പറഞ്ഞു കൊടുത്തിട്ടും ഒരു സമാധാനമില്ല. വീടിന്റെ അകത്ത് കിടന്ന് പിടഞ്ഞുകൊണ്ട് കരയുകയാ. അവസാനം പൊന്നുമോര് അവിടെന്ന് പറഞ്ഞു, വാപ്പാ ഉമർതങ്ങളോട് ചോദിക്കൂ, ഉമർതങ്ങളോട് ചോദിക്കൂ, ഉമർതങ്ങൾ പറഞ്ഞാലേ എനിക്ക് സമാധാനമാകൂ. അവസാനം വാപ്പ ഉമർതങ്ങളുടെ ചാരത്തേക്ക് കടന്നു ചെന്നു. നടന്ന സംഭവങ്ങൾ മുഴുവനും പറഞ്ഞു. ഉമർതങ്ങൾ പറഞ്ഞു, അവനെ തെറ്റുകാരനല്ല. അപ്പോൾ വാപ്പ പറഞ്ഞു, എന്റെ മകനോട് നിങ്ങളൊന്ന് പറയുവോ, അല്ലാഹുവേ കണ്ട സംഭവം എന്തെന്നറിയുമോ, വീട്ടിലേക്ക് മടങ്ങി വന്നപ്പോ കണ്ട കാഴ്ച എന്തെന്നറിയുമോ, അല്ലാഹുവേ ഞാൻ തെറ്റ് ചെയ്തു പോയോ, എനിക്ക് നരകം കിട്ടുമോ, ഞാൻ പാപിയായി പോയോ, ചിന്തിച്ച് കരഞ്ഞ് 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 ഹൃദയം പൊട്ടികെട്ട് മരിച്ചു കിടക്കുകയാ. ഹൃദയം പൊട്ടികെട്ട് മരിച്ചു കിടക്കുന്ന ചെറുപ്പക്കാരനെയാണ് കാണുന്നത്. ഉമർ തങ്ങൾ പറഞ്ഞത് എന്തെന്നറിയുമോ, വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നത്താൻ. അവിടെന്ന് പറഞ്ഞു കൊടുത്ത മറുപടി എന്തെന്നറിയുമോ, എന്റെ പ്രിയപ്പെട്ടവര്, ഏതെങ്കിലും ഒരു പെണ്ണ് വിളിക്കുമ്പോ അവന്റെ കൂടെ സഞ്ചരിക്കാൻ അവസരം കിട്ടുമ്പോ കേറിയിരുന്ന് പോകല്ലേടാ ചെറുപ്പക്കാരാ, നിന്നെക്കാല് വയസ്സു കൂടിയവരാണെങ്കിലും പറയണം, പാപം പാപം തന്നെയോ, എനിക്ക് അല്ലാഹുവിനെ പേടിയോ, എനിക്ക് പടച്ചിറപ്പിനെ പേടിയോ. എത്ര ഫ്രണ്ട്സ് ആണെങ്കിലും ശരീരത്തെ തൊട്ടിട്ടുള്ള സ്നേഹം വേണ്ട, പറയാ കഴിഞ്ഞോ അല്ലാഹു തരുന്ന പ്രതിഫലം. വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നത്താ. അല്ലാഹു രണ്ട് സ്വർഗവാടാ. ഒരു പെണ്ണിനെ വലിച്ചെറിഞ്ഞാല് തെറ്റ് ചെയ്യാൻ അവസരം കിട്ടുമ്പോ ആരും കാണില്ലെന്ന് പറഞ്ഞു ചെയ്യുകയല്ല, പിന്തിരിഞ്ഞാൽ അല്ലാഹു തരുന്ന പ്രതിഫലം നിനക്ക് രണ്ട് സ്വർഗം തരുമെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു. പാപം ചെയ്യാത്തവര് മനുഷ്യനുമില്ല, ജീവിതത്തിന് തെറ്റ് ചെയ്യാത്തവര് മനുഷ്യനുമില്ല. സാഹചര്യം നമ്മളെ കൊണ്ട് തെറ്റു ചെയ്യിപ്പിക്കുമല്ലോ, ശൈത്താൻ നമ്മളെ കൊണ്ട് ചാടിക്കുമല്ലോ. അതുകൊണ്ട് ജീവിതത്തിൽ എപ്പോഴെങ്കിലും പിഴവുകൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അല്ലാഹുവോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് തൗബ ചെയ്യടോ, അല്ലാഹുവോട് ദുആ ചെയ്യടോ. തൗബ ചെയ്താ കിട്ടുന്ന പ്രതിഫലം അറിയുമോ, ഒരു തെറ്റിന്റെ
തെറ്റിന്റെ പേരില് ഒരു മനുഷ്യനെ അല്ലാഹു 2 പ്രാവശ്യം ശിക്ഷിക്കില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. പ്രവാചകന്റെ മുന്നിലേക്ക് ഒരു ചെറുപ്പക്കാരെ കടന്നു വരികയാ. എല്ലാവരും എങ്ങനെ നിൽക്കുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് ബായിസ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് കടന്നു വരികയാ. നബിയേ, എന്നെ ഒന്ന് ശുദ്ധീകരിക്കണേ നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകന് കേൾക്കാത്തതുപോലെ ഇരിക്കുകയാ. കാരണം വ്യഭിചരിച്ചവനെ എറിഞ്ഞു കൊല്ലണമെന്നാണ് ഇസ്ലാമിന്റെ നിയമം. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, പോമായിസ് തൗബ ചെയ്യട്ടെ എന്ന് കരുതികെട്ട് പറഞ്ഞു വിടുകയോ. പക്ഷേ മായിസിന് സമാധാനമില്ല, ഭക്ഷണം കഴിക്കാൻ കഴിയുന്നില്ലോ. വീണ്ടും അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് കടന്നു വന്നു. യാ റസൂലല്ലാഹ്, എന്നെ ശുദ്ധീകരിക്കൂ നബിയേ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, സഹാബ, മായിസ് കള്ളു കുടിച്ചിട്ടുണ്ടോ എന്ന് നോക്ക് സഹാബ. ബോധമില്ലാതെ എന്തൊക്കെയോ വിളിച്ചു പറയുന്നു. രണ്ടാമതും പറഞ്ഞു വിടുകയാണ്. മൂന്നാമതും കരഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് കടന്നു വന്നിട്ട്, നബിയേ, എനിക്കറിയാം എന്നെ എറിഞ്ഞു കൊല്ലാനാണ് ഇസ്ലാമിന്റെ നിയമമെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം നബിയേ. ഇവരുടെ മുന്നിൽ നാണം കെട്ടാൻ എനിക്കൊന്നുമില്ല. എനിക്ക് ദുനിയാവിലെ ശിക്ഷ സഹിക്കാൻ കഴിയുമല്ലോ. മരണത്തോടുകൂടി ഇവിടത്തെ ശിക്ഷയ്ക്കൊരവസാനമുണ്ടല്ലോ. പക്ഷെ അല്ലാഹുവിന്റെ നരകത്തിന്റെ തീയുണ്ടല്ലോ, അല്ലാഹുവിന്റെ നരകത്തിന്റെ അദാബുണ്ടല്ലോ. അത് താങ്ങാൻ ഈ മായിസിന് കഴിയില്ല നബിയേ. അത് താങ്ങാനുള്ള കഴിവില്ല. അവിടെ മരണവുമില്ലല്ലോ. അതുകൊണ്ട് ഇവിടെ വെച്ചുകൊണ്ട് ഈ ശിക്ഷയങ്ങ് ഏറ്റുവാങ്ങിയ അല്ലാഹു നീതിമാനാണല്ലോ. എന്നെ 2 പ്രാവശ്യം ശിക്ഷിക്കൂലല്ലോ. അതുകൊണ്ട് നബിയേ, ഞാൻ വ്യഭിചരിച്ചു നബിയോ, എന്നെ എറിഞ്ഞു കൊല്ലാ വിധിക്കു നബിയോ. അവസാനം അല്ലാഹുവിന്റെ റസൂല് മായിസിനെ എറിഞ്ഞു കൊല്ലാ പറയുകയോ. സഹാബത്ത് 4 ഭാഗത്തു നിന്ന് കല്ല് പറക്കി എറിയുകയാണ്. മായിസിന്റെ ശരീരം പൊട്ടികെട്ട് രക്തമിങ്ങനെ ഒലിക്കുകയാണ്. മായിസ് റളിയല്ലാഹു തആല ഓടുകയാണ്. സഹാബത്ത് പുറകെ നടന്ന് എറിയുകയാണ്. കുറേ സമയം കഴിയുമ്പോ സഹാബികൾ പറഞ്ഞു, നബിയേ, മായിസ് ഓടി രക്ഷപ്പെട്ട് കളഞ്ഞു നബിയേ. അല്ലാഹുവിന്റെ റസൂലൊന്നും മിണ്ടിയില്ല. കുറേ സമയം കഴിയുമ്പോ കരഞ്ഞു വിളിച്ചുകൊണ്ട്, ഇലാ ഹദ്റത്ത് റസൂലില്ലാഹ്, പൊട്ടിക്കരഞ്ഞുകൊണ്ട് ശരീരത്തിലൂടെ രക്തമൊലിപ്പിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് മായിസ് എന്ന് പറയുന്ന ചെറുപ്പക്കാർ കടന്നു വന്നിട്ട് പറയുന്നു, നബിയേ, അറിഞ്ഞുകൊണ്ട് ഓടിയതല്ല നബിയേ, മരണവെപ്രാളത്തിൽ ഓടിപ്പോയതാ, ശരീരം വേദനിച്ചപ്പോ ഓടിപ്പോയതാ. അതുകൊണ്ട് ഇവരോടൊരു കുടിയെടുക്കാൻ പറ നബിയേ. എന്നിട്ട് എന്റെ കയ്യും കാലും കെട്ടിയിട്ടിട്ട് ആ കുടിക്കകത്ത് ഇറക്കി നിർത്തിയിട്ട് എന്നെ എറിയാ പറ നബിയേ. എത്ര വേദനിച്ചാൽ, എത്ര ഓടണമെന്ന് തോന്നിയാൽ എന്നെ കൊണ്ട് കഴിയില്ലല്ലോ യാ റസൂലല്ലാഹ്. അവിടുന്ന് എറിഞ്ഞു കൊല്ലുകയാ. കുറെ നാളുകൾക്ക് ശേഷം അല്ലാഹുവിന്റെ റസൂലും സ്വഹാബത്തും മിസ്അബിന്റെ മായിസിന്റെ ഖബറിന്റെ ചാരത്തുകൂടെ നടന്നു പോകുമ്പോ ഒരു സ്വഹാബി പറഞ്ഞു, ദുനിയാവും ആഖിറവും നഷ്ടപ്പെടുത്തിയ മായിസിന്റെ ഖബറാ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് എന്തെന്നറിയുമോ സഹാബാ? നിങ്ങൾക്കറിയാത്തത് നിങ്ങൾ പറയല്ലോ. മായിസ് സ്വർഗത്തിലാണ് സഹാബാ. അതുകൊണ്ട് ചെറുപ്പക്കാരാ, അതുകൊണ്ട് പെങ്ങള്, ജീവിതത്തിൽ പറ്റിയ പിഴവ് റബ്ബേ തിരുത്തു പൊന്നുമോള്. അല്ലാതെ മുന്നോട്ട് ഇനിയും നീ തുടരല്ലോ. അത് നിന്റെ കഴിവാണ്, നിന്റെ കഴിവാണെന്ന് കരുതല്ലേ ചെറുപ്പക്കാരാ. മോനെ, ഓരോ പ്രാവശ്യവും രക്ഷപ്പെടുന്നത് നിന്റെ കഴിവ് കൊണ്ടല്ലടോ. നിന്റെ ഉമ്മാനെയും ബാപ്പാനെയും നാട്ടുകാരുടെ മുന്നിൽ നാണം കെടുത്തണ്ട എന്ന് റബ്ബ് കരുതിയട്ടോ. നിന്റെ മക്കളെ നാണം കെടുത്തണ്ട
കിടക്കണ്ട എന്ന് കരുതിയട്ടോ. പക്ഷേ എന്നും അങ്ങനെയാകണമെന്നില്ല, എന്നും അങ്ങനെയാകണമെന്നില്ല. അതുകൊണ്ട് മഹാന്റെ ഉറൂസിന്റെ അല്ലാഹുവേ സദസാട് ഇവിടെ നിന്ന് പിരിയുമ്പോ ചെയ്തു പോയ പാപങ്ങൾ ഏറ്റു പറഞ്ഞിട്ട് പിരിഞ്ഞ പൊന്നുമോനെ, നിന്നെക്കാളും വലിയ ഭാഗ്യവാനില്ലടാ ചെറുപ്പക്കാരാ. നിന്നെക്കാളും ഒരു ഭാഗ്യവതിയില്ല. നിനക്കല്ല തരുന്ന പ്രതിഫലം അറിയുവോ? നിനക്ക് അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയുവോ? നീ എങ്ങാണം ഇന്ന് രാത്രി മരിച്ചുപോയി, നാളെ ദുഹറിന്റെ സമയത്ത് എങ്ങാടി പള്ളിയുടെ ഖബർസ്ഥാനിലേക്ക് നിന്റെ മയ്യത്ത് കൊണ്ടുവരുമ്പോ ഈ പള്ളിക്കാട്ടിലെ മയ്യത്തുകൾക്ക് പെരുന്നാളിന്റെ ആഘോഷമോ. ഈ പള്ളിപ്പറമ്പിൽ കിടക്കുന്ന മയ്യത്തുകൾക്ക് മുഴുവനും നാളെ പെരുന്നാളിന്റെ ആഘോഷമോ. എന്തൊരു സന്തോഷമെന്നറിയുമോ, എന്തൊരു വരവേൽപ്പെന്നറിയുമോ. നിന്റെ ജനാസ പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോകുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറയുകയോ, തൗബ ചെയ്ത നിന്റെ മയ്യത്ത് ഖബറിലേക്ക് ഇറക്കി വെക്കുമ്പോ നിന്റെ ഖബറിന്റെ ചാരത്ത് കിടക്കുന്ന ഖബറാളികൾക്ക് അല്ലാഹു നിന്റെ ബർക്കത്ത് കൊണ്ട് പുറത്തു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ, നബി മുഹമ്മദ് മുസ്തഫ ജീവിതത്തിൽ ചെയ്ത ഒരു പാപം അള്ളാന്റെ മുന്നിൽ ഏറ്റു പറഞ്ഞിട്ട് നീ മരിച്ച നിന്റെ മയ്യത്ത് പള്ളിക്കാട്ടി കൊണ്ടുപോകുമ്പോ നിന്റെ ബർക്കത്ത് കൊണ്ട്, തങ്ങന്മാരുടെ ബർക്കത്തല്ല, ഉസ്താദന്മാരുടെ ബർക്കത്തല്ല, ജീവിതത്തിൽ ചെയ്തു പോയ ഒരു തെറ്റ് ഏറ്റു പറഞ്ഞ നിന്റെ ബർക്കത്ത് കൊണ്ട് നിന്റെ ഖബറിന്റെ ചാരത്ത് കിടക്കുന്ന അയൽവാസികൾക്ക് അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇല്ലടാ, ഇങ്ങേരല്ല, ഇങ്ങേരെ വാപ്പ പറഞ്ഞാലും ഞാൻ നന്നാവൂല എന്നാണെങ്കിൽ നീ മരിച്ചു കൊണ്ടുപോകുമ്പോ ഈ കാട്ടി കിടക്കണ, ഈ പള്ളിക്കാട്ടി കിടക്കണ ആൾക്കാർ മുഴുവനും നിന്നെ ശപിക്കും. എടാ വൃത്തികെട്ടവനെ, എടാ നശിച്ചവനെ, എത്ര അവസരം അല്ല തന്നടാ നിനക്ക്. എടാ എന്റെ മയ്യത്ത് കുളിപ്പിച്ചത് നീ ആയിരുന്നല്ലോടാ, എന്റെ മയ്യത്ത് ചുമന്നത് നീയായി, എന്നെ ഇറക്കി വെച്ചിട്ട് മണ്ണ് വാരിയിട്ടത് നീയല്ലായിരുന്നോ? എടാ നീ ഒരു അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞാ പോരായിരുന്നോടാ, അല്ല നിനക്ക് പുറത്തുവരുമായിരുന്നല്ലോ. പറഞ്ഞില്ലല്ലോടാ വൃത്തികെട്ടവനെ. പള്ളിക്കാട് മുഴുവനും നിന്നെ ശപിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹു നമുക്ക് തൗബ ചെയ്തിട്ട് മരിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ.